8ാം ക്ലാസ്സിലെ ഐഡൻറ്റിറ്റീസ് എന്നുള്ള 4ാമത്തെ ലെസനാണ്. 78ാമത്തെ പേജിൽ 1ാമത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരാനായിട്ട് പോണത്. നോക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേജ് നമ്പറിൽ വേണ്ട, ഇവിടെ ഈ ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. കേട്ടല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? നമുക്കൊരു കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 കണ്ട ഇങ്ങനെ ഒരു ഓർഡറിലാണ് പോണത്. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ഇൻ ദ കലണ്ടർ മാർക്ക് 4 numbers in the square and find the difference of diagonal products is the same for all squares of 4 numbers. അതായത് നമ്മൾ ഒരു കലണ്ടർ, നമുക്കൊരു കലണ്ടറിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഒരു തന്നിരിക്കുന്നത്. അതിൽ 4 നമ്പർ നമ്മൾ അടയാളപ്പെടുത്തുക. അതിനുശേഷം അതൊരു സ്ക്വയറിലായിരിക്കണം അടയാളപ്പെടുത്തേണ്ടത്, സ്ക്വയർ രൂപത്തിലാണ് അടയാളപ്പെടുത്തേണ്ടത്. അതിനുശേഷം അതിൻ്റെ ഡയഗണൽ പ്രൊഡക്ട്സുകൾ, വികരണ മൂലകൾ തമ്മിലുള്ള ഗുണനഫലം പ്രൊഡക്ട്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ഒരു 1-2 സ്ക്വയറുകൾ ഇതെടുത്ത് നോക്കുക. എന്നിട്ട് അപ്പോൾ ഈ 1-2 സ്ക്വയറിലും ഇത് സെയിം ആണോ നോക്കണം. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് ഈ ഒരു സ്ക്വയറാണ്. നമുക്കിഷ്ടമുള്ള സ്ക്വയർ എടുക്കാം. അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് ഈ സ്ക്വയറാണ്. അപ്പോൾ ഈ സ്ക്വയറിൽ വരുന്നത് 7, 8, 12, 13 ഒരു സ്ക്വയറായിട്ട് നമ്മളതിനെ കുറച്ചെടുത്തു. അപ്പോൾ 4 നമ്പേഴ്സ് വെച്ചിട്ടാണ് ഓരോ സ്ക്വയർ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. 4 നമ്പേഴ്സ് വെച്ചിട്ടാണ് ഓരോ സ്ക്വയർ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ 4 നമ്പർ എടുത്തു, ഒരു സ്ക്വയറാക്കി. അതിനുശേഷം പറഞ്ഞത് ഇവയുടെ ഡയഗണൽ പ്രൊഡക്ട്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡയഗണൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഡയഗണൽ നമ്പേഴ്സ് ഇതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം നമുക്കതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. 7 × 13 = 91. ദെൻ അടുത്ത ഡയഗണൽ പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാനായിട്ട് ഡയഗണൽ നമ്പർ എടുക്കുകയാണ്. 12 × 8 12 × 8 = 96. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രൊഡക്ട്സ്. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 96 - 91 = 5. ഇതാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. 96 - 91 = 5. ഇനി പറഞ്ഞിരിക്കുന്നത് വേറൊരു സ്ക്വയർ കൂടി ഇതുപോലെ കണ്ടെത്തണം. എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ സെയിം ആണോ എൻ്റെ ഡിഫറൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത സ്ക്വയർ ഞാൻ എടുക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ. ഇഷ്ടമുള്ള സ്ക്വയർ എടുക്കാം കേട്ടോ. ഞാൻ എടുത്തത് ഇതാണ്. 4, 5, 9, 10. നേരത്തെ കണ്ട പോലെ തന്നെ ആദ്യം ഈ ഡയഗണൽ പ്രോഡക്ട്സ് കണ്ടുപിടിക്കാൻ പോവാണ്. 4 × 10 4 × 10 = 40. പിന്നെ അടുത്തത് 5 × 9. അതിപ്പോൾ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും 10 × 4 എന്ന് എഴുതിയാലും 9 × 5 എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. 45 ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. 45 - 40 = 5. ശരിയാണല്ലോ. അപ്പോൾ A ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിന് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. അതായത് സെയിം ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലെ സ്ക്വയർ എടുത്ത് നോക്കിയാൽ, ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ എന്തുതന്നെയാണ് ഈക്വലാണ്, ആൻസർ ഈക്വൽ ആണെന്ന് മനസ്സിലാവുന്നു. ദെൻ അവർ പറഞ്ഞിരിക്കുന്നത് ഇതൊരു B ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത്
എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് സോ യൂസിങ് ആൽജിബ്ര. ഇതൊരു ആൽജിബ്രയിലേക്ക് ജാമ്യ രീതിയിൽ, ബീജഗണിത രീതിയിൽ അതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. അപ്പം നമുക്ക് ആ ബി ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ആൽജിബ്ര ബീജഗണിത രീതി ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഒരു സ്ക്വയർ നമ്മൾ ഇതുപോലെ തന്നെ വരച്ചെടുക്കുക. സ്ക്വയർ വരച്ചെടുത്തു. അപ്പം നമ്മൾ ആദ്യം എടുത്തത് 7, പിന്നെ എടുത്തത് 8, പിന്നെ 12, 13. അപ്പോൾ കണ്ടിന്യൂസാണ്, അങ്ങോട്ട് പോകുമ്പോൾ കണ്ടിന്യൂസ് തുടർച്ചയായിട്ടാണ് പോണേ. 7, 8. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്പർ എക്സ് ആയിട്ട് എടുക്കുക. ആൽജിബ്ര ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ എക്സ് ആയിട്ട് എടുക്കുക. രണ്ടാമത്തെ നമ്പർ 8, അപ്പോൾ x+1 അല്ലേ. 7+1 അല്ലേ 8. അപ്പോൾ അവിടെ എക്സ് എടുത്ത് അവിടെ x+1. ഇനി ഈ 7ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 5 അല്ലേ. അപ്പോൾ x+5. ഇനി അതുപോലെ 8ഉം 13ഉം അല്ല, എക്സ് ആയിട്ട് നമ്മൾ എടുത്തത് ആദ്യത്തെ നമ്പറാണ്. അപ്പോൾ ഇനി 7ഉം 13ഉം തമ്മിലുള്ള ഡിഫറൻസാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. 7 എക്സ് ആയിട്ട് എടുത്തേക്കണത്. അപ്പോൾ 7ഉം 13ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 6 അല്ലേ. 6ഉം 7ഉം അല്ലേ 13. 6+7 ആണ് 13. അപ്പോൾ അങ്ങനെയാകുമ്പോൾ x+6 ആയിരിക്കും ഇവിടെ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ x+6 കണ്ടല്ലോ. ദെൻ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ഡയഗണൽ നമ്പറാണല്ലോ ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. x ഇൻറ്റു x+6. ഇനൊരു ഇൻറ്റു ഇട്ട് കൊടുത്തോണ്ട് വിരോധമൊന്നുമില്ല. അങ്ങനെ അതല്ല, ഇട്ട് കൊടുത്തില്ല, ബ്രാക്കറ്റ് ഇട്ടാൽ ഇൻറ്റു തന്നെയാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ x ഇൻറ്റു x² കേട്ടോ. അതായത് ഈ എക്സ് കൊണ്ട് ഈ ടേമിനെയും രണ്ട് ടേമിനെയും ഇൻറ്റു ചെയ്യണമെന്നാണ് അർത്ഥം. രണ്ട് പദത്തെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ x ഇൻറ്റു x² ഒരിക്കലും x ഇൻറ്റു x 2x അല്ല കേട്ടോ. x+x ആണ് 2x. x ഇൻറ്റു x എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവറാണ് കൂടുക. അപ്പോൾ x². അപ്പോൾ ഇവിടെ 1, ഇവിടെ 1, 1ഉം 1ഉം 2 കണ്ടോ. പ്ലസ് x ഇൻറ്റു 6x. ഇതാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ഉത്തരം വരുന്നത് കണ്ടോ. ദെൻ അടുത്തത് ഈ ഒരു നമ്പറിൻ്റെ നമ്മൾ കാണാൻ പറഞ്ഞത്, അതായത് x+5 ഇൻറ്റു x+1. അതിപ്പോൾ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. x+1 ഇൻറ്റു x+5 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി അത് നമ്മൾ ഇൻറ്റു ചെയ്യാൻ പോകുമ്പോൾ, ഇൻറ്റു ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത് എക്സിനെ കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. ആദ്യം എക്സിനെ കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്തു. പിന്നെ വീണ്ടും എക്സിനെ കൊണ്ട് 1നെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ x ഇൻറ്റു x² പ്ലസ് x ഇൻറ്റു 1 x തന്നെയാണ്. അപ്പോൾ എക്സിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി 5ൻ്റെ ഡ്യൂട്ടി തുടങ്ങാൻ പോകുമ്പോൾ ആദ്യം എക്സിന് ഇൻറ്റു ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും 1നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 5 ഇൻറ്റു x എന്ന് പറഞ്ഞാൽ x ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഈസ് ഈക്വൽ ടു 5x പ്ലസ് 5 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 5 കണ്ട. അപ്പോൾ ഇത് ഒരു ഡയഗണൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയത്. ഇത് അടുത്ത ഡയഗണൽ പ്രോഡക്റ്റാണ് ഇത് നമുക്ക് കിട്ടിയത്. ഇത് തമ്മിലുള്ള ഡിഫറൻസും 5 തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ നമ്പർ വെച്ച് ചെയ്തപ്പോഴും നമുക്ക് 5 ആണ് ഉത്തരം കിട്ടിയത്. അതേപോലെ തന്നെ ഇപ്പോൾ പിന്നെ ആൽജിബ്ര ചെയ്യുമ്പോഴും x വെച്ചിട്ട് നമ്മൾ ആൽജിബ്ര ചെയ്ത് നോക്കുമ്പോഴും അത് 5 തന്നെയാണോ കിട്ടണതെന്ന് നമുക്ക് നോക്കാം. 5 തന്നെയാണ് ഉത്തരം കിട്ടേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ ചെയ്ത ഉത്തരം ശരിയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം മൈനസ് അല്ലേ ചെയ്തിരുന്നത് നമ്മൾ. ഇപ്പോൾ 96ഉം 91 മൈനസ് ചെയ്തില്ലേ, അതേപോലെ തന്നെ
45ഉം 40 മൈനസ് ചെയ്ത് ഇപ്പോൾ 5. അതേപോലെ ഇപ്പോൾ ഇതുമാണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ വലുതിൽ നിന്നും ചെറുതാണ് എപ്പോഴും മൈനസ് ചെയ്യേണ്ടത്, അറിയാലോ. അപ്പോൾ വലുത് ഏതാണ്? ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അറിയാം. അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഉത്തരത്തിനെ നമുക്ക് ഒന്നുകൂടി നമുക്കൊന്ന് ചെറുതാക്കി എടുക്കണം. അത് x² പ്ലസ് ഈ ഒരു സംഭവം കണ്ട, x + 5x, 1x + 5x അങ്ങനെയാണ്. അപ്പോൾ 1x + 5x കൂട്ടുമ്പോൾ 6x കണ്ട, +5. ഇതാണ് ഉത്തരം ശരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതും തമ്മിലാണ് മൈനസ് ചെയ്യുന്നത്. ഇതാണ് വലിയ നമ്പർ. അപ്പോൾ ഇതിൽ നിന്ന് വേണം ഇത് മൈനസ് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്കിത് എഴുതാം. x² പ്ലസ് 6x പ്ലസ് 5 ഇത് ഇവിടെയൊക്കെ എഴുതി, മൈനസ് x² ഇത് കേട്ടോ, ഈ സംഭവം x² പ്ലസ് 6x. ഇവിടെ നമ്മളൊന്ന് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈനസ് എന്ന് പറഞ്ഞ സൈൻ, ഈ ചിഹ്നം ഈ x²നും 6xനും ഒരുപോലെ ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം. ഈ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് വേണം മൈനസ് ചെയ്യാനായിട്ട്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. x² പ്ലസ് 6x പ്ലസ് 5. അപ്പോൾ ഇവിടെ നോക്കാം കേട്ടോ, ഇവിടെ ഇത് പോസിറ്റീവ് സൈൻ അല്ലേ. അപ്പം നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, നെഗറ്റീവ് x². ഇവിടെ പോസിറ്റീവ് തന്നെയാണ്. അപ്പം നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, നെഗറ്റീവ് 6x. ഓക്കെ, ദെൻ പോസിറ്റീവ് x² മൈനസ് x² വെട്ടിപ്പോവും. കാരണം ഇത് പോസിറ്റീവ് x² ആണ്, ഇത് മൈനസ് x² ആണ്. തമ്മിൽ വേറെ വേറെ സൈൻ ആയാൽ, വേറെ വേറെ ചിഹ്നം വന്നാൽ ഒരിക്കലും നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമാണ് ഇടുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ x² കുറച്ചാൽ 0. 0ക്ക് സൈനൊന്നും ഇല്ലല്ലോ, 0 ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ അത് വെട്ടിപ്പോവും. ദെൻ അതേപോലെ തന്നെ 6xഉം മൈനസ് 6xഉം വേറെ വേറെ ചിഹ്നമാണ്, വേറെ സൈനാണ്. വേറെ സൈൻ വരുമ്പോൾ ഒരിക്കലും നമ്മൾ കൂട്ടാൻ പാടില്ല, കുറയ്ക്കണം. അപ്പോൾ 6xന്ന് 6x പോയാൽ അതും 0. ബാക്കി എന്താ ഉത്തരം വന്നത്? 5. അപ്പോൾ 5 തന്നെ ഉത്തരം വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആൽജിബ്ര രീതിയിൽ ഇതിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറഞ്ഞു. അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ഇവിടെ. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ, അതായത് 8ാം ക്ലാസ്സിൻ്റെ ഐഡൻറ്റിറ്റീസിലെ 78ാമത്തെ പേജിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്ത് കാണിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ ഇതാണ് ആ ക്വസ്റ്റ്യൻ ഇവിടെ. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ തന്നെ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യനായിട്ടാണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് കേട്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് അവരൊരു സ്ക്വയർ ഓൾറെഡി തന്നിട്ടുണ്ട് അവരവിടെ. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് എ സ്ക്വയർ ഓഫ് 4 numbers, ടേക്ക് എ സ്ക്വയർ ഓഫ് 9 numbers and mark only the numbers at the 4 corners. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തത് ഒരു സ്ക്വയറിൻ്റെ 4 numbers എടുത്തിട്ടാണ് ചെയ്തത്. അത് നമ്മൾ പകരമായിട്ട് നമ്മൾ ആ 4 numbers മാറ്റിയിട്ട് 9 numbers എടുക്കുക. എന്നിട്ട് അതിന് ശേഷം 9 numbers എടുത്തിട്ട് ആ പിന്നെ നമ്മൾ മാർക്ക് ചെയ്യാൻ കോർണറിലുള്ള നമ്പർ, ഡയഗണൽ നമ്പേഴ്സ് നമ്മളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഇനി ചോദ്യം പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രൊഡക്ട്സ്, എക്സ്പ്ലെയിൻ യൂസിങ് ആൽജിബ്ര. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ്, ഡയഗണൽ പ്രൊഡക്ട്സിൻ്റെ ഡിഫറൻസ് മുൻപ് ചെയ്ത പോലെ തന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അതിന് ശേഷം ആൽജിബ്രയും കണ്ടുപിടിക്കണം. അതായത് ആൽജിബ്ര വഴിയും ഇത് ശരിയാണെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ടെക്സ്റ്റിൽ ആ ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ അവരോട് അടയാളപ്പെടുത്തി വെച്ചിട്ട് പ്രകാരം ഈ ഡയഗണൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതിന് ശേഷം വേണം അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഡയഗണൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് അവിടെ തന്നിരിക്കുന്നത്?
8 ഇൻറ്റു 20 8 ഇൻറ്റു 20 ഈക്വൽ ടു 160 160. അടുത്തത് തന്നിരിക്കുന്നത് 18 ഇൻറ്റു 10 18ഉം 10ഉം 18 ഇൻറ്റു 10 ഈക്വൽ ടു 180. ഇനി അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ നമ്പറിൽ നിന്നാണ് നമ്മൾ ചെറിയ നമ്പർ മൈനസ് ചെയ്ത് ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത്. 20 ആണ് നമുക്ക് കിട്ടിയ ഉത്തരം. കണ്ട 20 ആണ് ആ ഡിഫറൻസ് നമുക്ക് കിട്ടിയത്. ഇനി അതിൽ തന്നെ ഒരു ചോദ്യം പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ യൂസിങ് ആൽജിബ്ര. ഇത് നമ്മൾ ആൽജിബ്ര ഉപയോഗിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരിവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ 8, 9, 10 ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങോട്ട് കണ്ടിന്യൂവേഷനാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 8 + 5 ആണ് 13 അല്ലേ? 8 + 5 13, 13 + 5 18. ഇങ്ങോട്ട് കണ്ടിന്യൂവേഷനും ഇങ്ങോട്ട് ആഡ് ചെയ്ത് പോണത് 5 വെച്ചിട്ടാണ് ആഡ് ചെയ്ത് പോണത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ആൽജിബ്രയും അതുപോലെ തന്നെ നമുക്ക് അടയാളപ്പെടുത്തി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ് ആൽജിബ്ര ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇങ്ങോട്ട് 1 വെച്ചിട്ടാണ് ഇപ്പോൾ 9, 10 കണ്ട 8, 9, 10 ഇങ്ങനെയാണല്ലോ. അപ്പോൾ 1 വെച്ച് കൂടണം. അപ്പോൾ x+1. ഇങ്ങോട്ട് പോകുമ്പോൾ x+2. ഇങ്ങോട്ട് 5 വെച്ചിട്ടാണ് ആഡിങ് വരുന്നത്. അപ്പോൾ ഇവിടെ 8 + 13 എത്ര 5 അല്ലേ? പിന്നെ 18ലേക്ക് 8ൽ നിന്ന് 18ലേക്ക് വരുമ്പോൾ 10 അല്ലേ കൂട്ടണേ? അപ്പോൾ x+10. ദെൻ ഇവിടേക്ക് വരുമ്പോൾ അതെന്താവും? x+6 അല്ലേ? അപ്പോൾ 14 അല്ലേ? 14 അപ്പോൾ 8 + 6 ആണ് 14. അപ്പം നമ്മൾ ഈ 8നെയാണ് ഇവിടെ നമ്മൾ x ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ x+6. അപ്പോൾ അടുത്തത് കണ്ടിന്യൂവേഷൻ പോകുമ്പോൾ x+7. ഇവിടെ കണ്ടിന്യൂവേഷൻ വരുമ്പോൾ x+10 ആണ്. അപ്പോൾ അടുത്ത് വരുമ്പോൾ x+11. അടുത്തത് x+12. ദെൻ ഈ ഒരു ഡയഗണൽസ് തമ്മിൽ ഇൻറ്റു ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ x ഇൻറ്റു x+12. നേരത്തെ പറഞ്ഞു ഇൻറ്റു വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ നിങ്ങൾ 8ാം ക്ലാസ്സുകാർ ചെറിയ ക്ലാസ്സുകാരായതുകൊണ്ടാണ് ഞാനിവിടെ ഇൻറ്റു ഇവിടെ ഇടുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇൻറ്റു ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ബ്രാക്കറ്റ് എന്നർത്ഥം തന്നെ ഇൻറ്റു ചെയ്യാന്നുള്ള അർത്ഥമാണ്. x ഇൻറ്റു x² പ്ലസ് 2 ടേമിനെ ഇൻറ്റു ചെയ്യണം. x ഇൻറ്റു 12, x ഇൻറ്റു 12 12x. ഓക്കെ. ദെൻ നമ്മൾ അടുത്തത് ഈ ഒരു ഡയഗണലും ഇങ്ങനത്തെ ഒരു ഡയഗണൽ എന്താ ഈ 2 നമ്പറും നമ്മൾ ഈ 2 നമ്പറാണ് നമ്മൾ ഇവിടെ ഇൻറ്റു ചെയ്തത് അല്ല. ഇനിയിപ്പോൾ ഈ 2 നമ്പർ അതായത് ഏതൊക്കെയാണത്? x+2 ഇൻറ്റു x+10. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, x+10 ഇപ്പുറത്തിട്ടാലും x+2 ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ദെൻ നമ്മൾ ഇതുപോലെ എക്സ് കൊണ്ട് ഈ എക്സിന് ഇൻറ്റു ചെയ്യണം, ഈ എക്സ് കൊണ്ട് ഈ 10ന് ഇൻറ്റു ചെയ്യണം. x ഇൻറ്റു x² പ്ലസ് x ഇൻറ്റു 10 10x. ദെൻ ഇവിടെ നമ്മൾ ഇനി അടുത്ത് അപ്പോൾ എക്സിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി 2ൻ്റെ ഡ്യൂട്ടിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. 2 കൊണ്ട് എക്സിന് ഇൻറ്റു ചെയ്യണം, 2 കൊണ്ട് 10ന് 10 കൊണ്ടും ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു x പ്ലസ് 2x പ്ലസ് 2 ഇൻറ്റു 10 20. ഓക്കെ. നമുക്കിതിനൊന്ന് കുറച്ചും കൂടി നമുക്കൊന്ന് പിന്നെ ചെറുതാക്കി എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ x² വേണ്ട ഈ 10xും 2xും രണ്ടും x അല്ലേ? അപ്പം 10xും പ്ലസ് 2x എത്ര വരും? 12x പ്ലസ് 20. ഇതാണ് നമ്മളുടെ. ഇനി ഇതും കൂടി നമ്മളിവിടെ ഈ ചെയ്തതും ഇതും കൂടി നമുക്കൊന്ന് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നേരത്തെ നമുക്ക് നമ്പർ നമ്മൾ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 20 ആണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇതും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടണം? ഇതും കൂടി മൈനസ് ചെയ്യുമ്പോൾ 20 തന്നെ കിട്ടണം. കിട്ടുമ്പോഴാണ് നമ്മൾ
ആൽജിബ്ര രീതിയിൽ കൂടി ചെയ്യുമ്പോൾ ഉത്തരം ശരിയാവാന്ന് നമുക്ക് മനസ്സിലാവണത്. കേട്ടല്ലോ? നോക്കാം. അപ്പോൾ വലിയ നമ്പർ തന്നെയാണ് ചെറിയ നമ്പർ ഇത്. അപ്പോൾ ആദ്യം വലിയ നമ്പറിൽ നിന്നാണ് ചെറിയ നമ്പർ മൈനസ് ചെയ്യേണ്ടത്. x² പ്ലസ് 12x പ്ലസ് 20 മൈനസിന് ശേഷമുള്ളത് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മൾ എഴുതി കൊടുത്തേക്കണം. x² പ്ലസ് 12x. ഓക്കെ, ദെൻ നമ്മളുടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യേണ്ട സമയമാണിതിപ്പോൾ. അപ്പോൾ x² പ്ലസ് 12x പ്ലസ് 20 ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ഇത് പോസിറ്റീവ് എന്നാണ് നമ്മൾ അർത്ഥാക്കുന്നത്. അപ്പം നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് x², നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് 12x. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ഇതിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് പോസിറ്റീവ് x² ആണ്, ഇത് നെഗറ്റീവ് x² ആണ്. അപ്പോൾ അത് തമ്മിൽ കുറയ്ക്കുകയാണ് വേണ്ടത്, സബ്ട്രാക്റ്റ് ചെയ്യാണ് വേണ്ടത്. കാരണം വേറെ വേറെ സൈനാണ്, വേറെ ചിഹ്നമാണ്. അപ്പം നമ്മളത് കുറയ്ക്കുക തന്നെ വേണം. അപ്പോൾ കുറയ്ക്കുമ്പോൾ x² നിന്നും x² കുറയ്ക്കുമ്പോൾ അത് 0 വെട്ടിപ്പോകുന്നു. പിന്നെ അടുത്തതും പോസിറ്റീവ് 12x നിന്ന് നെഗറ്റീവ് 12x മൈനസ് ചെയ്യുന്നു. അപ്പോഴതും വെട്ടിപ്പോകുന്നു. ബാക്കി എന്താ വന്നത്? 20 തന്നെ വന്നു. അപ്പം നമ്മൾ ബീജഗണിത രീതിയിലും ആൽജിബ്ര രീതിയിലും നമ്മളിതിനെ പ്രൂവ് ചെയ്തു. കേട്ടല്ലോ?